ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ നേപ്പാളിൽ എത്തി. അതിന് ശേഷം അവരുടെ ട്രഡീഷണൽ ഡാൻസ് ഒക്കെ നമ്മൾ കാണുന്നത് ഹിമാലയൻ വ്യൂ കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവർ കുറച്ച് പേര് വന്ന് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അവിടെ ഡാൻസിന്റെ ഗ്രൂപ്പ് മാത്രമല്ലായിരുന്നു കേട്ടോ, അവരുടെ ഒപ്പം തന്നെ സ്കിറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വേറെയും കുറച്ച് മിലിറ്ററി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് പേരെ അവരെയും കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ലൊരു ക്യൂട്ട് പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൊണ്ട് അവർ അവിടെയൊക്കെ കറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അഞ്ജുവിനെ കണ്ടിട്ട് പപ്പീനെ കണ്ടിട്ട് പിന്നെ വിടാൻ പറ്റില്ലല്ലോ. അഞ്ജു അതിനേക്ക് സോപ്പിട്ട് പപ്പിക്കുട്ടീനെ ചോദിച്ച് ഇത്തിരി നേരമൊക്കെ കയ്യിലെടുത്ത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് പപ്പിക്കുട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അഞ്ജു അവരെ സോപ്പിട്ട് പപ്പിക്കുട്ടീനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളവിടെ ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റെജി സാർ പോയി അവിടെ അടുത്തുള്ള ഒരാളോട് ചോദിച്ചറിഞ്ഞ് അവിടെ അടുത്തുനിന്ന് തന്നെ ഒരു ഹോട്ടലിൽ പോയി നമ്മുടെ ഫുഡ് കാര്യങ്ങൾ ലഞ്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്കിനി മുകളിലേക്ക് മലയുടെ ഏറ്റവും മുകളിലേക്ക് കയറണം, നമ്മുടെ താൻസൻ ടവർ കാണാനായിട്ട് കയറണം. അപ്പോൾ അതൊക്കെ കയറി നമ്മൾ കണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് താഴെ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ ഫുഡൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അങ്ങനെ റെജി സാറ് തിരിച്ചെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികളൊക്കെ ചോദിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും യാത്രയെ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിനോട് വഴി ചോദിച്ച് പോവാന്ന് തോന്നുന്നു. വഴി മാറി. നമുക്കല്ല അവിടെ പേടി, അവിടുത്തെ ആൾക്കാർക്കൊന്നും വിഷയമല്ല. ഇവിടെയൊക്കെ നല്ല റെഡ് കളറിലെ വലിയ പൂവ് കണ്ടോ? പൂവ് ഇത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടുത്തെ വീടുകളുടെ ഭംഗിയുണ്ടോ? അവിടെ ഒരു വീട്, ഇതൊരു വീട്. ഞങ്ങളങ്ങനെ ടാൻസനിലേക്ക് പോകണം. ടാൻസൻ കാണാൻ പോകും. ഇങ്ങടേക്ക് കയറുമ്പോൾ ശരി വഴികളൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴികള്, വീതി കുറഞ്ഞ വഴി, പൈൻ മരങ്ങളുടെ നടുക്കേക്കോടെയാണ് നമ്മൾ പോണത്. രണ്ട് സൈഡിലുണ്ട്. റൈറ്റ് സൈഡ് മൊത്തം പൈൻ മരങ്ങളാണ് മുകളിലേക്ക്. പക്ഷെ ഇവിടെയൊക്കെ സാധാ മരങ്ങളുണ്ട് രണ്ട് സൈഡിലും. വനപ്രദേശത്തെ കൂടെ പോണ മാതിരി ഉണ്ട് ഇവിടെ കുറച്ച് ഏരിയ. താൻസനിലേക്ക് പോകേണ്ടവർക്ക് ഈ ബസ്സുകളിൽ കയറി പോവാം. ഇവിടെ ബസ്സുകൾ കിടക്കുന്നുണ്ട്. ഇത് ചെറിയൊരു ടൗൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ട് ഇവിടെ എന്നാ ഇവരിങ്ങനെ ഓരോ കളർഫുൾ പേപ്പേഴ്സ് ഇവർ ഒട്ടിച്ചു വെച്ചേക്കണ്. അതേ ഇവർ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ടാൻസെന്ന് എഴുതി വെച്ചായിരുന്നത് കണ്ടായിരുന്നല്ലോ, ആ ബോർഡിൻ്റെ അടുത്തേക്കാണ് പോണേ. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവർ ടിക്കറ്റൊക്കെ എടുത്ത് പോകണം. പോണ വഴിക്ക് ഇതേ ഇവർക്കൊക്കെ പറ്റിയ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. പാക്കറ്റ് ഐറ്റംസ്, ചിപ്സ് കാര്യങ്ങൾ, പൊട്ടറ്റോ ചിപ്സും ഇതെന്താ വീറ്റ് ചിപ്സ്, അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒണിയൻ റിങ്സ് ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ ഒരു പാർക്കാണ്, അവിടെ ഊഞ്ഞാലൊക്കെ കാണാം നമുക്ക്. ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അങ്ങന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ അങ്ങ് അവിടെ കണ്ടോ ബസ്സുകൾ കിടക്കണേ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ. താഴേന്ന് നമ്മള് 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ മുകളിലേക്ക് കയറുന്നത്. അതെ, ഇതാണ് നമുക്ക് മുകളിലേക്ക് ടവറിലേക്ക് പോകേണ്ട വഴി. കണ്ടോ ഊർന്ന് പോരുന്നുണ്ട് ഓരോരുത്തർ കയറുന്നവര്. ചാടി ഈശോ വീഴാതെ ഇങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. അമ്മേ
ഞങ്ങൾ താഴേന്ന് ആ ചെറിയ ഉൾവഴിയൊക്കെ കയറി മുകളിലെത്തി മടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ടവർ കയറി നമുക്ക് ഏറ്റവും മുകളിലെത്തണം. അതാണ് നമ്മുടെ ഇന്നത്തെ വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോബ്. അപ്പൊ അങ്ങോട്ടേക്ക് കയറാൻ പോവാട്ടോ. കയറാം. അഞ്ജലി ഷാരി സാറോട് ഇരിക്കുന്നു. നമ്മളിവിടുന്ന് സ്റ്റെപ്പ് കയറാൻ നേരത്ത് മുകളിലേക്ക് ടവറുമേലേക്ക് കയറാൻ നേരത്ത് വീണ്ടും വേറെയും നമുക്ക് 50 റുപ്പീസ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 50 റുപ്പീസിന്റെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇതാ മുകളിലേക്ക് കയറി ശരിക്കും പറഞ്ഞാൽ മടുത്തു. കുറേ സ്റ്റെപ്സുകൾ ഉണ്ടായിരുന്നു കയറാൻ. ഷാരി സാറും അഞ്ജലിയും മുകളിലേക്ക് കയറണില്ല എന്ന് പറഞ്ഞു. അവര് താഴെ ഇരുന്ന് കണ്ടോളാം, നിങ്ങളൊക്കെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാവരും മുകളിലേക്ക് ഇതാ കയറി മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ചെറുതായിട്ട് ഓരോ റൗണ്ട്സുകൾ നമ്മളിങ്ങനെ കയറി എത്തുമ്പോൾ ഹിമാലയൻ വ്യൂ ഇവിടുന്ന് കാണാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഹിമാലയം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും ഇങ്ങനെ സൂം ചെയ്തൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിൽ എത്തി കേട്ടോ. ടവറിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ടവർ ഇതിലേക്കൂടെ കയറി വരണം. മടുത്തു. കടപ്പൂരി അഞ്ജലിയും ഷാരി സാറിനോട് ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അഞ്ജലിക്ക് എവിടെയാണ് ഇരിക്കുന്നു? അഞ്ജു അഞ്ജലി ഷാരി സാറും കൂടെ. അവിടെ കണ്ടോ ഇരുട്ട്? എല്ലാരും എന്റെ മുകളിൽ കയറി കേട്ടോ. എല്ലാരും എന്റെ മുകളിൽ കയറി. അഞ്ജു ഷാരി സാറും കയറിയിട്ടില്ല, ബാക്കി എല്ലാവരും കയറി. ഞാൻ പോലും എന്ന് പറഞ്ഞ അല്ലേ എല്ലാവർക്കും മനസ്സിലാവും. എത്ര നില ഉണ്ടാവും ഇതിപ്പോ? അവിടെ ഒരു പുക പോലെ കണ്ടോ ഈ മരങ്ങളുടെ എല്ലാരും ഇവിടെ കേറിയിട്ടുണ്ട്. ഒരു 7-8 നിലയുടെ മുകളിലാണ് ഇപ്പൊ. അഞ്ജലിയും ഷാരി സാറും കൂടെ ഇരിക്കണം. ധൈര്യമുള്ളവർക്ക് ഇതിന്റെ മുകളിൽ ഇത്ര മുകളിൽ കയറാൻ പറ്റുള്ളൂ. ചെറിയ വെള്ള വെളിച്ചം കാണുന്നതാണ് ഹിമാലയം. അപ്പൊ ക്ലൗഡായി പോയി, ശരിക്കും കാണില്ല. രാവിലെ വരണം. ഇതിലേ ഇങ്ങനെ ഇറങ്ങി പോണഞ്ഞി. ഇടയ്ക്കൽ ഗുഹ പോയതാ. ജെ പി സാറിനെ നോക്കാൻ, ജെ പി സാറിന്റെ അടുത്തേക്ക് നോക്കാൻ എല്ലാവരും. അവിടെ ഇട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ഈ ഡാൻസൻ ടവറിന്റെ മുകളിൽ നിന്ന് ഫുൾ സിറ്റി കാണാനും പറ്റുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ കണ്ടുനിന്ന് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങളിത് താഴേക്ക് ഇറങ്ങാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വേണം വേറെ ഒരു സ്ഥലത്തേക്കും കൂടെ പോകാൻ ചെറിയ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് എത്തി. ഇപ്പോൾ വണ്ടിയൊക്കെ ഇതേ അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. എന്താണ് ഫുഡ്? ചിക്കൻ കറി, ചോറ്, ദാല്, പിന്നെ അതെന്താ പിക്കിളാണല്ലേ, മൂലി പിക്കിളെന്നു, നമ്മുടെ റാഡിഷ് പിക്കിള്, ചട്നി, പിന്നെ ഒരു ഇലത്തോരനുണ്ട്, പിന്നെ ഫുൾഗോപിയൊക്കെ വെച്ചൊക്കെ നോക്കിയ കോളിഫ്ലവർ ഒന്ന് കാണിച്ചു. കോളിഫ്ലവർ ഉണ്ടോ? വലിയ പീസ്, പപ്പടം, പിന്നെ നമ്മുടെ സാലഡ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ നേപ്പാൾ ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങുവാണ്. വണ്ടിക്ക് അവിടെ പാർക്ക് ചെയ്തിരിക്കുക. ഇതാണ് ഞങ്ങൾ കയറിയ ഹോട്ടൽ, ടൗൺ ടോപ്പ് ചെക്വാ കോർണർ. നാടൻ ചിക്കൻ കറിയും ചോറും അവിടെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ഇപ്പം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് അവിടെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് ഒരു ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഓരോ ഫോട്ടോ ഒക്കെ എടുത്തതാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചേക്കാണ്. ഇവിടെ മരങ്ങളുമേ ഓറഞ്ച് കണ്ടോ, ഓറഞ്ച് കൃഷി. അപ്പോൾ സൂപ്പറായിട്ട് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നത് നമുക്ക് കാണാം. നല്ല അടിപൊളി. ഓ സൂപ്പർ. ഇവിടെ മിക്കവാറും ഷോപ്പുകളിലൊക്കെ കാണാമായിരുന്നു കേട്ടോ ഓറഞ്ച്. ഇതിപ്പോൾ ഞങ്ങൾ ട്രീമ കണ്ടത് ഇപ്പോഴാണ്, ഓറഞ്ച് ട്രീ ഇതെപ്പോഴാണ് കണ്ടത്. ഇത് അങ്ങോട്ട് താഴോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെ ഇവിടെയൊക്കെ ഉണ്ട് ഓറഞ്ച്. ഇതാ കണ്ടോ എന്ത് രസമാണ്. ഓ ഇവിടെയൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒറിജിനൽ നാച്ചുറൽ ഓറഞ്ച്, ഫ്രഷ് ഓറഞ്ച് നമുക്ക് കിട്ടും. പക്ഷെ അവരൊക്കെ ഇവിടെയൊന്നും വിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അതൊക്കെ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയാണ് വിൽക്കുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടുന്ന് റാണി മെഹൽ കാണാൻ പോവാണ്. അതെന്താണ് ഏതാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. രണ്ടുപേരെ കയറിയാലോ. ഇവിടെ ഹോം സ്റ്റേക്കുള്ളൊരു സ്ഥലം നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഹോം സ്റ്റേക്കുള്ള ഒരു സ്ഥലം കണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോണേ. തിരിച്ചു വരുമ്പോൾ നമുക്ക് പുതിയൊരു ബിൽഡിംഗ് ആണോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെയും കൂടെ ഇവിടെ നേപ്പാളിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഹോം സ്റ്റേയിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ അടുത്ത യാത്രയ്ക്ക് പോകുന്നത്. എന്ത് നമ്മൾ ഹിമാലയ എന്ന് പറഞ്ഞതോ? ഹിമാലയ എന്ന് പറഞ്ഞില്ലേ, അന്നപൂർണ്ണയിൽ നമ്മൾ എവറസ്റ്റ് എന്ന് പറയുന്ന പോലെ മറ്റൊരു കൊടുമുടിയാണ് അന്നപൂർണ്ണ. ഓക്കെ. വയനാടിന്റെ 9ാം വളവ് 8ാം വളവ് എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനത്തെ ഒരു ഏരിയ. പക്ഷെ ഇവിടെ ഹിമാലയ കേട്ടോ ഈ സൈഡില്. തണുപ്പുണ്ട് ആവശ്യം, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഓവറായിട്ടൊന്നുമില്ല. നോർമൽ തണുപ്പ്. നമുക്ക് വിന്റർ ക്ലോത്ത്സ് വേണം ഇങ്ങനത്തെ സമയത്ത്. അതായത് ഞങ്ങളിപ്പോൾ ഡിസംബറിലാണ് വന്നേക്കണം. ഈ സമയത്ത് വിന്റർ ക്ലോത്ത്സ് ഒക്കെ വേണം, അതില്ലാതെ വരാൻ പറ്റില്ല. കുട്ടികളുണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി കൂടെ സ്കൂളുണ്ടെന്ന് ചുരുക്കം. ഇവർക്കൂടെ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ആണോ? ഓ നല്ല ഭംഗി കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ മുകളിൽ നിന്ന് മല ഇറങ്ങി വരാണ്. സുമ ടീച്ചറുടെയൊക്കെ ചെവി അടഞ്ഞു എന്ന് പറയുന്നുണ്ട്. വയനാട് ചുരം ഇറങ്ങുന്ന പോലെയൊക്കെ തന്നെ. മുകളിൽ നെൽകൃഷി ചെയ്തിട്ടുണ്ട് അവര്. പക്ഷേ വീഡിയോയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ മരങ്ങളൊക്കെ നിൽക്കണതിനെ കൊണ്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊന്നും നമുക്ക് വാക്കിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല. അത്രയും സൂപ്പർ ഭംഗി കേട്ടോ, അടിപൊളി സീനറിയാ. പിന്നെ ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ തീപ്പെട്ടി പോലെ ഇങ്ങനെ വീടുകൾ, അതും കളർഫുള്ളായിട്ട് നമുക്കിങ്ങനെ ദൂരേക്ക് കാണാം. അയ്യോ ഇവിടെ നോക്കിയാൽ ഓറഞ്ച് കൃഷി. വീടിന്റെ മുറ്റത്തൊക്കെ അവര് ഓറഞ്ച് മരങ്ങൾ കാണാം കേട്ടോ. അത് നിറച്ച് ഓറഞ്ചായിട്ട് നിൽക്കണേ. ഞങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതിയാവുമായിരുന്നു. സുമ ടീച്ചർക്കാണെങ്കിൽ ഒന്ന് ഇറങ്ങി അതിൽ നിന്ന് 1-2 പൊട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ നടക്കില്ലല്ലോ, നമ്മുടെ വീടല്ലല്ലോ. നമ്മളെങ്ങനെ പൊട്ടിക്കോ? ഈ എവിടേക്ക് താഴേക്ക് നോക്കി എന്ത് ഓറഞ്ചാ. അയ്യോ താഴെ ഞാൻ കണ്ടു മരങ്ങളുമ്പോൾ നിറച്ച് ഓറഞ്ച്. ഇനിയല്ല വീട്ടുകാരോടും പെർമിഷൻ ചോദിച്ചെങ്ങനെ പോയി ഓറഞ്ച് പൊട്ടിച്ചാലായി. സുമ ടീച്ചറുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ആരെങ്കിലും സമ്മതിക്കുമോ നോക്കാം നമുക്ക്. ഇവിടെ കണ്ട ഒരു സ്ഥലത്തിന്റെ പേര് അവൽ എന്നൊക്കെയാണ് നേപ്പാളി സ്ഥലങ്ങളുടെ പേര്. ദൈവമേ, എന്ത് വേണമെങ്കിലും ആവാം. അവൽ നമ്മള് ലഞ്ച്
കഴിച്ച സ്ഥലത്ത് നിന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട് ഈ റാണി മഹൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അവിടെ ഒരു മെഹലുണ്ട്, പാലസ് ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ. അത് വഴിയൊന്നും അത്ര പരിചയമില്ല. അപ്പം അങ്ങനെ പയ്യെ പയ്യെ ചോദിച്ചു അങ്ങനെ പോവാണ്. റാണി മഹൽ കാണാൻ എന്താ ഇങ്ങനെ അതെ ജനവാസമുള്ള സ്ഥലമാണോന്നും അറിയില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ 3 മലകള് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണുന്നില്ലേ ക്ലിയർ ആയിട്ട്? 3ഓ 4ഓ എത്ര മലകളെന്ന് നോക്കി. നിറച്ച് മരങ്ങളായിട്ടുള്ള മലകള്, ഇഷ്ടം പോലെ മരങ്ങളാണ്. കാട് ഫോറസ്റ്റ്. പക്ഷെ ഇവിടെ വന്യമൃഗങ്ങളെയൊന്നും നമ്മൾ കണ്ടില്ല ഇതുവരെ. ഇനിയിപ്പോ ആരെങ്കിലും കാണുമെന്ന് അറിയില്ല. ഇവിടെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കുഴപ്പമില്ലായിരിക്കും. ഇതൊക്കെ എത്ര മലകള്? 1 2 3 4 കുറേ മലകളുടെ ഉള്ളിക്കൂടെയുള്ളൊരു യാത്ര. അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ആയിട്ടേ ആ ഒഴുകിയ സ്ഥലങ്ങളൊക്കെ കാണാം. മണ്ണ് വേറെ മല. അപ്പോ എന്ത് അവിടെ എന്തായാലും ഉണ്ടാവും. ഇവിടെ അടുത്ത് കണ്ട വഴി തന്നെയാണ്. നീ കയറി പോണോ? എന്റെ പൊന്നെ, ഇതെങ്ങനെയാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? റാണിമഹൽ ഗസ്റ്റ് ഹൗസ് ഇവിടുന്ന് കാണാട്ടോ. റാണി മഹൽ ഗസ്റ്റ് ഹൗസ്. അപ്പം ഇതിൻ്റെ അടുത്തിലൂടെ ആയിരിക്കും. ഓക്കെ ഇവിടെ ഒരു പാലസ് കാണാം. അടിപൊളി. ഇത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാം. താഴെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അതായിരിക്കും. അതൊട്ട് ഫ്രണ്ടിൽ കൂടെ നല്ലൊരു നദി ഒഴുകുന്നത് കാണാം. വരെയുള്ളൂ ഈ വഴി കേട്ടോ. ഈ വഴി ഇവിടെ വരും. അവിടെ കണ്ടോ പാലം, തൂക്കുപാലം. ലുംബിനി പ്രോവിൻസ് ആണത്. ലുംബിനി പ്രോവിൻസ്. അപ്പം എല്ലാവരും ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത്. ഈ വണ്ടി നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പാലവും അതാ മുകളില് പാലം. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ. അവര് വിസിൽ വിളിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പറയുന്ന റാണി മഹൽ. വൈറ്റ് കളറിൽ ഫുൾ. അവിടെ നല്ലൊരു അടിപൊളി നദി ഇതിലേ ഒഴുകുന്നത് കാണാം കേട്ടോ. അതെ കണ്ടോ? നമുക്ക് ആദ്യം പാലസ് പോയി കാണാം. അല്ലെങ്കിൽ അത് അടയ്ക്കുന്നു. നമ്മൾ ആദ്യം അത് കാണാൻ പോവാ. ഞങ്ങളിങ്ങനെ മെഹലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമെന്നറിയോ ഇവിടുത്തെ ഈ സീനറി. അടിപൊളിയല്ലേ? അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകണ നോക്കി. ചെറിയ ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇവിടെയുണ്ട് കൊച്ചു ടെൻറ്റുകൾ. ഞങ്ങളൊക്കെ സ്റ്റെപ്പ് കയറിയിട്ടൊന്ന് കിതയ്ക്കുക. ഉണ്ടോ മലയുടെ തൊട്ട് താഴെ നദി ഒഴുകുന്നതാണ്. എന്ത് ഭംഗിയ. അവിടെ ഒരു തൂക്കുപാലുണ്ട് ഇങ്ങനെ അറ്റത്ത്. കണ്ടോ? ഓ സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന്. ആ പാലസിൻ്റെ ഒരു സൈഡാണിത്. എന്താ രസം.
ഉണ്ടോ? അവിടെ ഒരു തൂക്കുപാലമുണ്ട് ഉണ്ടോ ആ മലയിലേക്ക്? ആ അവിടെ ഒക്കെ എന്താ രസം. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ, ഈ വെള്ളം നോക്കി എന്ത് രസം. നമ്മൾ ഇന്നലെ ഇറങ്ങിയ വെള്ളമൊന്നും ഒന്നല്ല, ഇതായിരുന്നു. പേടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ കുറയൊന്നുമില്ലെന്നാ പറഞ്ഞേ. നമുക്ക് കുറച്ച് ഇവിടെ എന്താ പുഴ അനങ്ങാണ്ട് കിടക്കുന്ന വെള്ളം നോക്ക്. അടിപൊളി സ്ഥലം അല്ലേ അഞ്ജു? നമ്മളെ ഇറങ്ങി വന്നാണ് കാണുന്ന സ്ഥലം അല്ലേ? ആ ഇവിടെ വലിയൊരു ബെല്ല് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതും ആൾക്കാരൊക്കെ ഇങ്ങനെ കൈവച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് മെഹലിന്റെ തൊട്ടടുത്തതുണ്ടോ എന്തിപ്പൂക്കള് ഇഷ്ടം പോലെ ഇങ്ങനെ ഇവിടെ 2 തട്ടുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോ വീഡിയോ. ഇവിടെ കണ്ടു നോക്കിയ മരം അടിപൊളി. ഇവിടെ ഉണ്ട്, ഇവിടെ എന്തിപ്പൂക്കൾ, എന്തിച്ചെടികൾ, ചെട്ടിമല്ലി. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് ചെട്ടിമല്ലി എന്നാണ്. വേഗം പോകാൻ കാണാം. എന്താ സീനറി അല്ലേ? അടിപൊളി. തണുപ്പുണ്ട്, പക്ഷേ നല്ല തണുപ്പ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് ഇത്രയും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പുണ്ട്. നമ്മൾ താഴെ ഒരു അമ്പലം ഭാഗം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റെപ്പ് കൊടുത്തിട്ട്, പക്ഷെ ഇപ്പോൾ ഒരു ആ സ്റ്റെപ്പ് അടച്ചിട്ടേക്കാം. ഏറ്റവും മുകളിൽ ചെന്ന് എടുക്കാനുള്ളതാണ്. എന്താ ഇതിനെ ഇങ്ങനെ സ്റ്റെപ്പുണ്ട്, പക്ഷെ അതവർ അടച്ചിട്ടേക്കണം. നമുക്ക് ഈ പാലസ് പോയി കാണാം. അല്ലെങ്കിൽ 5:15 വരെയുള്ളൂ. എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടാണോ? ഇവിടെയൊക്കെ എന്തോ അപകട സ്ഥലമാണോ? അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. ആ കിട്ടുന്നുണ്ട് എടുക്കട്ടെ. ഞങ്ങളിവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കണം. പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് തീർന്നില്ല, പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് വേഗം പോകേണ്ടി വരും. കാരണം പിന്നെ നമുക്ക് തിരിച്ച് 14 കിലോമീറ്റർ പോകണം, കയറ്റം കയറി പോകണം. പിന്നെ പാലസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടില്ല, കടന്നിട്ടില്ല. അവിടെ വീഡിയോ അലൗഡ് ആണോന്ന് അറിയില്ല. എന്തായാലും പാലസിൻ്റെ ഉള്ളിലൊന്ന് കാണണം. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് വേണം നമുക്കിനി പോകാൻ. അതിനിടയ്ക്ക് തൂക്കുപാലത്തുമ്പോൾ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ടൈം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നല്ല തണുപ്പുണ്ട്, വേഗത്തിൽ ഇരുട്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും ദൂരം തിരിച്ച് കയറേണ്ടതാണ്. അപ്പം ഇതാണ് കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ നമ്മളെത്തിയിട്ടുള്ള ഭാഗം. ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോ ഒക്കെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ റാണിയുടെ ഫോട്ടോയുണ്ട്. രാജാവും റാണിയുണ്ടോ? ഓ, ഇവിടെ നമ്മുടെ ഷാരിസ് രാജാവും സ്നിഷ റാണിയും അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. രാജകുമാരിയാണോ? ഓ, ഞാൻ രാജകുമാരൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മാറ്റി രാജാവ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മളിന്ന് രാജാവിന്റെ റാണിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഈ ബാക്കി സ്ഥലം കാണാൻ പോവാം. അപ്പൊ നമ്മളിങ്ങനെ താഴേന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് വരണം. ഇവിടെയൊക്കെ സൈഡിൽ കൂടെ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്റ്റെപ്പ് കയറി ഇതാ ഇവിടം വരെ എത്തി. ഇനി മുകളിലുണ്ട് റൂമുകൾ. ഇങ്ങനെ
താഴേന്ന് സ്റ്റെപ്പ് കയറി 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 മുകളിലേക്ക് വന്നു. ഇവരൊക്കെ ഇതങ്ങനെ ഇവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലാന്ന്. അപ്പം അതുകൊണ്ട് അവിടെ ഫോട്ടോ അല്ല അവിടെ അല്ല. അപ്പം അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറാൻ അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര അടിപൊളി ബ്യൂട്ടി കേട്ടോ. കുറേ ഗാലറികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുറത്തേക്ക് കിടക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ ചെന്നിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. നല്ല സൂപ്പർ ബ്യൂട്ടിയാണ്. പോകാനായിട്ട് വിളിക്കുന്നുണ്ട്. ടൈം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലേ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ കയറ്റൊക്കെ ഇറങ്ങി വരണമായിരുന്നു. പക്ഷെ ഇവിടെ വെള്ളമൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. എന്ത് രസമാണ് ഉണ്ടോ വെള്ളം ഒഴുകുന്നത്. ഇവിടെ ടെൻറ്റുകൾ കാണാട്ടോ. ചെറിയ ചെറിയ ടെൻറ്റുകൾ. പിന്നെ ഇതേ വഞ്ചി കിടക്കണുണ്ടോ. ബോട്ടൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസം കേട്ടോ. അവരൊക്കെ താഴേക്ക് എത്തി. ഞങ്ങളും താഴേക്ക് ഇറങ്ങാം. അപ്പോൾ അതേ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. ഉള്ളിൽ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല കാണാനായിട്ട്. പുറത്തെ ഈ ഭംഗിയാണ് കൂടുതൽ നല്ലത്. നേച്ചർ ബ്യൂട്ടിയാണ് കൂടുതൽ ഭംഗി. കാണാൻ രസം അതാ. ഇതാ ഇപ്പം ഞാൻ ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന വ്യൂ കേട്ടോ. ഇത് ഉണ്ടോ സൂപ്പറല്ലേ. നല്ല തണുപ്പും കാലാവസ്ഥയും നല്ലതാ. നല്ല രസമുണ്ട്. ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതേ ഇനി താഴേക്ക് ഇറങ്ങാണ്. ഇവിടുന്നൊക്കെ ആയാലും നല്ല സൂപ്പർ വ്യൂ ആണ്. നമ്മളിതിപ്പോൾ പാലസിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണ്. അവരിത് അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു അമ്പലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നും കൂടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ച്. അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു പോകേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇന്നും കൂടെ ഇവിടെ താമസിക്കാനുള്ള പ്ലാൻ ഇട്ടത്. അവരൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് എത്തി. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാമെന്നാ. ഇവിടെ ദേ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ആ സമയമായി. അവിടെ ഒരു തൂക്കുപാലുണ്ട്. അവർ തൂക്കുപാലത്തുമ്പോൾ കയറാനായിട്ട് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല. അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ചു വരണം. മുകളിൽ അവർ പോയി വരട്ടെ. ഇവിടെ നല്ല വ്യൂ കേട്ടോ. ഇപ്പോൾ നമ്മളിതേ പോരേണ്ട സമയമായപ്പോഴേക്കും ഇവിടെയൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടു. നല്ല സൂപ്പർ ഭംഗിയാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഇതാ തൂക്കുപാലം കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാനും ഷാരി സാറും പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാണ്. അവരിതാ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്ത് കഴിയുമ്പോൾ അത്രയ്ക്കും ക്ലിയറായി വരില്ല. പക്ഷേ ആൾക്കാരൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ദൂരെയാണെങ്കിലും അവർ നടന്നു പോകുന്നതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ മനസ്സിലാവും ആരാന്നുള്ളതൊക്കെ. അത്ര തന്നെ. പിന്നെ അവരവിടെ നിന്ന് മുകളിൽ നിന്നൊക്കെ ഇടയ്ക്കിട്ട് നമ്മുടെ ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ട് തന്നെ കൈ കൊണ്ടൊക്കെ വേവ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ക്ലിയർലി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ അവരവിടെ എത്തിയിട്ടുണ്ട്. അവർ അങ്ങേയറ്റം വരെ പോയിട്ട് എന്നിട്ടാണ് ഇനി അവരവിടെ നിന്ന് തിരിക്കണുള്ളൂ. ഒരു തൂക്കുപാലത്തുമ്പോൾ പോയിട്ട് ഇതാ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയി. അതിലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒച്ചയും കേൾക്കാം, വെള്ളം കാണാമല്ലോ അല്ലേ. എന്ത് രസം. അപ്പോൾ ദേ അവിടെ നിന്ന് ചേട്ടനും അഞ്ചുമൊക്കെ ഇവിടെ എത്തിയിട്ടോ. തൂക്കുപാലമൊക്കെ ഇറങ്ങി അവർ തിരിച്ചതാ വരുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നും പോയൊക്കെ ഇരിക്കുന്നു. പക്ഷെ എനിക്ക് തന്നെ പാലസ് അടച്ചു എന്ന് തോന്നുന്നു. ഇപ്പം അവിടേക്ക് ആരും പോകണമാണല്ലോ. അവിടെ മുകളിൽ പുറത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ചായ വാങ്ങിച്ചു കുടിക്കാം. ഞാനും ഷാരി സാറ് മാത്രം തൂക്കുപാലം കാണാൻ പോയില്ലേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അല്ലേ. അയ്യോ ഞങ്ങൾ രണ്ടുപേരും. ഓ നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരത്ത് ഈ വയലറ്റ് കളറ് ഇപ്പോ. ഇനി ഞങ്ങളിതേ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. തിരിച്ചിനി നമുക്ക് വന്ന വഴിക്ക് അങ്ങ് എത്തണം. റൂം ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക്. നമ്മുടെ മെഹൽ കണ്ടില്ലേ ഇപ്പൊ. പാലസ് ഈ സമയമായപ്പോഴേക്കും നല്ല പർപ്പിൾ കളറായി. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇരുട്ടായി, നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിക്കണം.
സ്റ്റേ ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യാൻ പോണേ. ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് കണ്ടിട്ട് നമുക്ക് രണ്ടാമത്തെ ദിവസത്തേക്കുള്ള ഹോം സ്റ്റേക്കുള്ള റൂം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഇതേ 2 ബെഡുണ്ട്, അതുപോലെ ക്വിൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തണുപ്പിന് പുതയ്ക്കാനൊക്കെ ആയിട്ട്. 2 തലവണ വെച്ചിട്ടുണ്ട് കേട്ടോ, 2 കട്ടിലുമേ. പിന്നെ ചെറിയ റൂമാണ്, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പോലെ തന്നെ സിമ്പിൾ റൂമാണ്. ഇവിടുത്തെ വാഷ്റൂം കാര്യങ്ങളൊക്കെ, വാഷ്റൂമൊക്കെ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ നമുക്ക് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും, അതിനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുപ്പത്ത് നമുക്ക് തണുപ്പിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചൂടുവെള്ളമൊക്കെ വന്നോളും. ഇവിടെ എല്ലാവരും ഇതേ ഹോട്ടലിലേക്ക് വന്ന് കയറിയപ്പിക്കും. വൈഫൈക്കുള്ള കണക്ഷനായിട്ട് ഇവിടെ എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കണം കേട്ടോ. എല്ലാവർക്കും വൈഫൈ വേണം അവിടെ. അയ്യോ അതേ അടുത്ത ആള് വൈഫൈ. അയ്യോ എല്ലാവരും ഇവിടെ വൈഫൈ സ്കാൻ ചെയ്തെടുക്കണുണ്ട് അവിടെയൊക്കെ. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കണുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഹോം സ്റ്റേക്ക് റൂമിലെത്തിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്ന എല്ലാവരും മൊബൈലായിട്ട്? കിട്ടിയവരൊക്കെ വളരെ സന്തോഷത്തോടെ കയറി പോയി. ഇവിടെ ചേട്ടനൊക്കെ റൂമിലേക്ക് ഓടി. കണക്റ്റഡ് ആയി തോന്നുന്നു. കണക്റ്റഡ് ആയോ? ആ സന്തോഷ കേട്ടോ, കണക്റ്റ് ആയി കിട്ടിയതിന്റെ സന്തോഷം. നേപ്പാളിൽ വന്ന് നമുക്ക് അങ്ങനെ റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നെറ്റൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ റൂമുകളിലേക്ക് എത്തുമ്പോൾ അവർ ഹോട്ടലിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നമുക്ക് കണക്ട് ചെയ്ത് തരും. ഇത് അങ്ങനെ നമുക്ക് മൊബൈലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടെ. രാത്രി ഇതേ അപ്പോൾ നമ്മളിങ്ങനെ റൂമിൽ ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു ഭാഗം. വേറെ വീടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ കൊച്ചു കുട്ടികൾ കളിക്കുന്നുണ്ട് താഴെ. അപ്പോൾ അവർ വന്ന് എത്തിച്ചു നോക്കണം ഞാൻ വീഡിയോ എടുത്തപ്പോൾ. നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത് 1350 രൂപ കേട്ടോ, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നല്ലതായിരുന്നു. എന്തായാലും റൂമൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. താമസ സൗകര്യങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു കേട്ടോ. ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോകണമെന്ന് തോന്നേ. ഇതാ ബാഗൊക്കെ ആയിട്ട് ഈ സമയത്ത് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ചീട്ടുകളി ആരംഭിച്ചുട്ടാ. ഞങ്ങളൊക്കെ ദേ ഇവിടെ ചീട്ട് കളിക്കാൻ ആരംഭിച്ചു. ഒരു മാഡം ദേ അവിടെ നിന്ന് വീഡിയോ ഞങ്ങളുടെ എടുത്തോണ്ട് നിൽക്കണ്. മാഡം കുളി ജപമൊക്കെ കഴിഞ്ഞപ്പോൾ വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ കുളി ജപമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ ഇവിടെ കളി തുടങ്ങി. നല്ല കാർഡ്സ് കളിക്കണ്ടോ? ഞങ്ങൾ കാർഡ്സ് കളിക്കാം. ആരൊക്കെ കഴുതുകളെന്നോ? കിട്ടുമെന്നേ. അതെ ഇവിടെ വീണ്ടും അവരവിടെ കളിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ കളിക്കുക. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ എത്തി. ഇത് ഓട്ടുപാത്രം കേട്ടോ, നേപ്പാളിലൂടെ ഫുഡ് കഴിക്കുന്നത് ഓട്ടുപാത്രം. പിന്നെ ദേ ഇവിടെ ഇലക്കറികളൊക്കെ ഇവിടെ നിർബന്ധം തോന്നുന്നു. അപ്പൊ ഒരു ഇലത്തോരനുണ്ട്, പിന്നെ ഇത് റാഡിഷിന്റെ പിക്കിള്, പിന്നെ ഇവിടെ വേറൊരു മിക്സ് പിക്കിളുണ്ട്, വെജിറ്റബിൾസ്, പിന്നെ ഇത് ചപ്പാത്തി ഇതേ കൊണ്ടു തന്നിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല ആവി പറക്കുന്ന ചോറ്. ഇതൊക്കെ ആയിട്ടോ ഞങ്ങളുടെ ഫുഡ് ഇന്നത്തെ. അവർ കൊണ്ടുവന്ന് ഇങ്ങനെ ചപ്പാത്തി ചൂടൻ ചപ്പാത്തി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ ഫുഡ്. ഇവിടെ നല്ല തണുപ്പാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് താൻസൻ, നേപ്പാളിലെ താൻസൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ രാത്രി നല്ല തണുപ്പാണ്. 10 ഡിഗ്രി സെൽഷ്യസ്, നല്ല സൂപ്പർ തണുപ്പാണ്. ഇവിടെ വീഡിയോ കോള് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് കാർഡ്സൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് റെഡി ആയപ്പോൾ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ ഞങ്ങളിതാ താഴത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ചൂടൻ ഐറ്റം നമുക്ക് ഒക്കെ റെഡിയാക്കി തന്നു. ചപ്പാത്തിയൊക്കെ ആയാലും ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കൊണ്ടുവന്ന് തരയത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ 2 ചേച്ചിമാരാട്ടോ ഫുഡൊക്കെ റെഡിയാക്കി നമുക്ക് തന്നത്. ഞങ്ങളുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാറുമാർ ഫുഡ് കഴിക്കും. അവിടെ ഫുഡൊക്കെ കഴിഞ്ഞു. അതേ ഇവർ സാറുമാരൊക്കെ ഇരിക്കുക കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ ചെറിയ
ചെറിയൊരു കിച്ചൺ ഉണ്ട്, ഹോം സ്റ്റേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കിച്ചൺ, അവിടെ നിന്നാണ് അവർ നല്ല ഹോട്ട് ഫുഡ് കഴിക്കുന്നത്. അയ്യോ നല്ല ടേസ്റ്റാ, പക്ഷേ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്, നല്ല എരിവ്. അയ്യോ നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല എരിവ്. കിടക്കുന്ന റൂമിലുണ്ട്. ഇവിടെയൊക്കെ എല്ലാ റൂമുകളിലും ഇങ്ങനെ ഒരു കിളീനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിയുടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നൈറ്റ് ലാമ്പ് പോലെ. ആ പിന്നെ അടിപൊളി കണ്ടോ, കിളി ഓണായി. ഞങ്ങളുടെ നമ്മുടെ റൂമിലുണ്ട്. ഉണ്ട് ഞങ്ങൾ ഓണാക്കി നോക്കി. ഓണാക്കിയോ? അവർക്ക് ആദ്യം ചപ്പാത്തി കൊടുത്തേക്കണം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.